അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിങ്കൽ ഏറ്റവും പ്രധാനം വേണ്ടത് ഭാഗ്യമാണ്. നമുക്ക് കയ്യിൽ പണമുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഭാഗ്യമില്ലെങ്കിൽ ഇത് നമുക്ക് അനുഭവത്തിലേക്ക് വരില്ല. ഈ ഗുണഫലത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ നിൽക്കുന്നത് സൂര്യനാണെങ്കിൽ ശൈവയന്ത്രങ്ങൾ കൊടുക്കാം. ഒരുപാട് തരത്തിലുള്ള ധനാകർഷണ യന്ത്രം, അങ്ങനെ 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 ഭൈരവ യന്ത്രം, ഒരുപാട് യന്ത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ഈ യന്ത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? കുറച്ച് യന്ത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരുമോ? യന്ത്രങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ മൂന്നായിട്ട് തിരിക്കാം: വൈഷ്ണവം, ശൈവം, ശാക്തേയം. വൈഷ്ണവ യന്ത്രങ്ങളുണ്ട്. വിഷ്ണു സംബന്ധിയായിട്ടുള്ള യന്ത്രങ്ങളെല്ലാം തന്നെ വൈഷ്ണവത്തിൽ വരുന്നു. ശൈവം, ശിവസംബന്ധിയായിട്ടുള്ളതെല്ലാം യന്ത്രങ്ങളെയെല്ലാം തന്നെ ശൈവ വിഭാഗത്തിൽ പെടുത്തുന്നു. ശാക്തേയം, ദേവീ സംബന്ധമായിട്ടുള്ള യന്ത്രവിധാനങ്ങളെല്ലാം തന്നെ ശാക്തേയ വിഷയങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നു. ഇതിലുപരിയായിട്ട് അതിൻ്റെ ഉപയന്ത്രങ്ങൾ ഉണ്ട്. ഉപയന്ത്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ബാലരക്ഷായന്ത്രം, അല്ലെങ്കിൽ മറ്റ് അത് ഗോപ്യമായിരിക്കുന്ന യന്ത്ര സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യന്ത്രങ്ങൾ, താൽക്കാലിക യന്ത്രങ്ങൾ, കുറച്ച് ദിവസത്തേക്കും അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചമയ്ക്കപ്പെടുന്ന യന്ത്രങ്ങളും. അപ്പം അങ്ങനെ പല വിഭാഗത്തിൽ അതിനെ നമുക്കൊരു ഇത്ര എന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് എടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എങ്കിലും ഈ യന്ത്രങ്ങൾക്ക് വളരെയധികം പവറുണ്ട്. അത് വിധിയാവണ്ണം ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യന്ത്രത്തിന് ഫലമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. ഞാൻ കൂടുതലും യന്ത്രങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ദശാസമയങ്ങളിലാണ്. ഞാൻ കൂടുതലും യന്ത്രങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ യന്ത്രം സജസ്റ്റ് ചെയ്യുന്നത് ചില ജാതകങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ പെർമനൻ്റലി കുറവായിരിക്കും, സ്ഥിരമായിട്ട് കുറവായിരിക്കും. ഒന്നുകിൽ ആ ഭാഗ്യഭാവത്തിൽ കേതു നിൽക്കുക, അല്ലെങ്കിൽ ഭാഗ്യാധിപൻ അവിടെ മൗഢ്യം ഉണ്ടായിരിക്കുക, ഭാഗ്യാധിപതി നീചത്തിൽ പോവുക, അല്ലെങ്കിൽ എന്താ പറയുക പാപമധ്യസ്ഥിതി വരിക, അവിടേക്ക് എന്താ പറയുന്നത് ചില പാപ യോഗങ്ങൾ ഉണ്ടാകുക, പാപഗ്രഹയോഗം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഭാഗ്യത്തിന് അവിടെ ഒരു കട്ടിങ്ങാണ്. പ്രത്യേകിച്ച് കേതു എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യാധിപനോടോ അല്ലെങ്കിൽ ഭാഗ്യഭാവത്തിൽ അംശകിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം അവിടെ ഭാഗ്യത്തിന് കട്ടിങ്ങാണ്. അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിങ്കൽ ഏറ്റവും പ്രധാനം വേണ്ടത് ഭാഗ്യമാണ്. നമുക്ക് കയ്യിൽ പണമുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഭാഗ്യമില്ലെങ്കിൽ ഇത് നമുക്ക് അനുഭവത്തിലേക്ക് വരില്ല. ഇപ്പം MBA കാരനാണ്, ജോലിയില്ല, എവിടെ പോയി? ഭാഗ്യമുണ്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന വിഷയത്തിങ്കിലേക്ക് നമുക്ക് കുറച്ചും കൂടി നമുക്കവിടെ കൊടുക്കാമായിരുന്നു, എന്തെങ്കിലും ഒരു ഗുണഫലത്തെ അവിടെ കൊടുക്കാമായിരുന്നു. ഈ ഗുണഫലത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഉറപ്പായിട്ട് പറയണത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്നത് സൂര്യനാണെങ്കിൽ ശൈവയന്ത്രങ്ങൾ കൊടുക്കാം. ഇപ്പം ജാതകം കണ്ടുകൊണ്ട് അവിടെ ശൈവയന്ത്രത്തെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിലുപരി ഒന്നുകൂടി അവർക്ക് ഗുണകരമാകുന്നത് പ്രശ്നചിന്തയും കൂടെ നടത്തി നോക്കുക. ഈ യന്ത്രം ഇട്ടാൽ ഈ വ്യക്തിക്ക് ഗുണകരമാകുമോ? അപ്പം എന്താ പറയുന്നത്, ലഗ്നാധിപൻ്റെ ശുഭത്വവും ലഗ്നാധിപൻ്റെ ബലവും കൂടെ അവിടെ ചിന്തിച്ചുകൊണ്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പം ഭാവേശേഷു ഹി മുഖ്യധാതുവപുഷ ധർമ്മ ആത്മജൗ തത്സമവും എന്നാണ് പറയുന്നത്. ഭാവങ്ങളിൽ ലഗ്നത്തിനും 5-ാം ഭാവത്തിനും 9-ാം ഭാവത്തിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വിഷയത്തിങ്കിലേക്ക് യന്ത്രങ്ങളെ സജസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അവിടെ സൂര്യനാണെങ്കിൽ ശൈവമാണ്, ചൊവ്വായോ ചന്ദ്രനോ ശുക്രനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ശാക്തേയ യന്ത്രങ്ങളെ സജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം അനവധി യന്ത്രവിഭാഗങ്ങളുണ്ട്. അപ്പം ലക്ഷ്മി യന്ത്രമുണ്ട്, സരസ്വതി യന്ത്രമുണ്ട്, ലിപി സരസ്വതി യന്ത്രമുണ്ട്, ശാക്തേയത്തിലേക്ക് വരികയാണെങ്കിൽ ഭദ്രകാളി യന്ത്രമുണ്ട്. അനവധി യന്ത്രങ്ങളാണ് കിടക്കുന്നത്. വൈഷ്ണവത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീരാമയന്ത്രമുണ്ട്, മദനഗോപാല യന്ത്രമുണ്ട്. നേരെ ഓപ്പോസിറ്റ് ശാക്തേയത്തിലേക്ക് വരികയാണെങ്കിൽ മദന കാമേശ്വരി യന്ത്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം യന്ത്രമെന്ന് പറയുന്ന സംവിധാനം നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലർക്ക് സമയം കാണത്തില്ല പ്രാർത്ഥനയ്ക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് ദേവതയുടെ ഒരു സ്വരൂപം. അക്ഷരങ്ങളിലൂടെയും വരകളിലൂടെയും നമ്മളതിനെ ചമച്ച് നമ്മളതിനെ വേണ്ട വിധാനത്തിൽ അതിനെ പൂജ ചെയ്തെടുത്ത് ധരിക്കുമ്പോഴത്തേക്ക് അത് ഒരു പോസിറ്റിവിറ്റിയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ യന്ത്രത്തിലൊന്ന് തൊട്ടുകൊണ്ട് ആ ദേവതയെ തന്നെ നമ്മൾ സ്മരിക്കണം. നമ്മുടെ ഭാഗ്യാധിപതി ആരാണോ ആ ദേവതയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്.
കൂടുതലും ഉപാസിക്കേണ്ടതെന്നല്ല, കൂടുതലും നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകും. അപ്പം യന്ത്രം എന്ന് പറയുന്നത് 3 തരത്തിൽ അതിനെ തിരിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കുറേ യന്ത്രങ്ങൾ അല്ലാതെയും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് യന്ത്ര സംവിധാനം പ്രത്യേകിച്ചും ദശാകാലങ്ങളിലാണ് ഇതിന് കൂടുതലും പരിഹാരം ഞാൻ കണ്ടിട്ടുള്ളത്. ജ്യോതിഷ പണ്ഡിത വിനീതയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക. ശ്രീ വിനീതയുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.